റവയും ഏത്തപ്പഴവും ചേർത്തിട്ട് എണ്ണയിൽ വറുക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കിയിട്ട് വന്നാലോ. വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഞാൻ ആദ്യം ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് 3 നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഈ നെയ്യിലേക്ക് ഒന്ന് വഴന്ന് ഈ ഏത്തപ്പഴം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് നമുക്ക് വേണ്ടത്. അത്യാവശ്യം ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ ഇതൊന്ന് ഉടച്ചു കൊടുക്കണം. നമ്മൾ ഏത് സ്പൂൺ അല്ലെങ്കിൽ ഒരു ചട്ടകോ എന്ത് വെച്ചിട്ടാണോ നമ്മൾ ഇളക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി ആക്കാനായിട്ട് ശർക്കര ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ചൊന്ന് ലൂസായിട്ട് വരും. ഇനി നമുക്കതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ചെറു തീയിൽ വെച്ചിട്ട് 1 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മളിതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാല് തന്നെ മുഴുവനായിട്ട് എടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് പാലും അതുപോലെ കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാലിൽ മാത്രം നമ്മളിത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് ഫ്ലെയിം ചെറുതാക്കി വെക്കാം. ഇനി നമ്മളിതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ വറുത്തിട്ടുള്ള റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ 1 കപ്പ് റവയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വെള്ളവും പാലും കൂടി മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത്. റവ നമുക്കൊന്ന് വേവിച്ചെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ചെറു തീയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഈ റവയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. റവയ്ക്ക് അത്യാവശ്യം ഒന്ന് വെന്ത് ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവം എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതേ നമ്മൾ സാധാരണ ഹലുവയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉരുണ്ട് വരുമ്പോഴല്ല അതിൻ്റെ പാകം എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് ആറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരുപാട് ചൂടാറി തണുത്ത് പോകണ്ട കേട്ടോ. നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ ഹാൻഡിൽ ചെയ്യാൻ പാകത്തിനുള്ളൊരു ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് വേറൊരു ബൗളിലേക്കാണ് പകർത്തി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഈ പഴവും റവയും തേങ്ങയും എല്ലാം കൂടിയിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറുതായിട്ട് ബോൾസൊക്കെ ഒന്ന് പിടിച്ചെടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നമുക്ക് ഈ ഒരു ബോൾസ് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് പിടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ ഫിംഗേഴ്സൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ സ്ക്വയർ, റെക്റ്റാങ്കിൾ അങ്ങനെ ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇത്രേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റവ ബനാന ലഡ്ഡു ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് വേറെ എണ്ണയിലിട്ട് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓൾറെഡി നമ്മൾ പഴം നെയ്യിലൊക്കെ ഒന്ന് വഴറ്റി അത്യാവശ്യം ഒന്ന് വേവിച്ചെടുത്തതാണ്. അതുപോലെ തന്നെ റവയാണെങ്കിൽ നമ്മൾ വെള്ളവും പാലും ഒക്കെ ഇട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. അപ്പോൾ അത് കാരണം തന്നെ ഇതിൽ വേവാനായിട്ടിന് ബാക്കിയൊന്നുമില്ല. നമുക്ക് ഇതേപോലെ തന്നെ കഴിക്കാവുന്നതാണ്. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റവ ബനാന ലഡ്ഡു ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ചെറു ചൂടോടുകൂടി കഴിക്കാനാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇനി ലഡ്ഡു ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ മറക്കരുത് കേട്ടോ. പാലൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് കേടാവാനൊക്കെ ചാൻസ് ഉണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.